നമസ്കാരം. നമ്മൾ ഇന്ന് മുളയെക്കുറിച്ച് പറയാൻ പോകുന്നത് മുളയുടെ ഉപയോഗങ്ങളാണ്. മുളകൾ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് മുള കൊണ്ട് കോൺക്രീറ്റിന് കുത്തു കൊടുക്കാൻ, അതുപോലെ നമ്മൾ ഉയരങ്ങളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്കഫോൾഡിങ് ചെയ്യാനൊക്കെ മുള ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കല്യാണ പന്തലുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ കാലുകളായിട്ടും കഴുക്കോലുകളായിട്ടൊക്കെ മുള ഉപയോഗിച്ചതായിട്ട് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മൾ വീടുകൾ മുള കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മുളയുടെ ഒരു ഉപയോഗമാണ്. എന്നാൽ നമ്മൾ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് മുളയുടെ ഉപയോഗങ്ങൾ എന്താണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ആദ്യത്തിൽ നമ്മൾ മുളയിൽ പുതിയ ഷൂട്ട് അല്ലെങ്കിൽ പുതിയ ഒരു മുളക്കാമ്പ് വളർന്നു വരുന്ന സമയത്ത് തുടങ്ങുന്ന ഉപയോഗങ്ങളാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അതുമുതൽ മുള അവസാനം പൂക്കുന്നത് വരെയുള്ള സമയങ്ങളിലെ ഉപയോഗങ്ങൾ നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതും പൂക്കുമ്പോൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, നിങ്ങൾ കാണുന്ന ഈ മുളക്കാമ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പല വിധത്തിലുള്ള ആഹാര വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അതായത് മുള കൂമ്പ് ഉപയോഗിച്ചിട്ടുള്ള തോരനുകൾ, അച്ചാർ, പല വിഭവങ്ങൾ മുളയുടെ കൂമ്പ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തോരനും അതുപോലെ അച്ചാറും. നമ്മളിൽ എത്ര പേർക്ക് അറിയാം മുളം കൂമ്പ് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്? ചിലർക്കൊക്കെ അറിയാമായിരിക്കും. രണ്ടാമത്തെ ഒരു ഉപയോഗമാണ് മുള. മുമ്പ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ 12 വർഷം മുതൽ 90 വർഷം വരേക്കും ആയുസ്സുണ്ടെന്ന്. ഈ ആയുസ്സിൻ്റെ ഇടയ്ക്ക് മുള പൂക്കും. എല്ലാ മുളയും പൂക്കും. പക്ഷേ ചില മുളകളിൽ മാത്രമേ മുള അരി കിട്ടുകയുള്ളൂ. നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ, മുളയരി പായസം. അത് മുളയുടെ ഏറ്റവും അവസാനം, മുളയുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് പൂത്ത് അരി വരുമ്പോഴാണ് അവിടെ നമ്മൾ മുളയരി ഉപയോഗിച്ച് മുളയരി പായസം, മുളയരി കൊണ്ട് പുട്ട്, കഞ്ഞി, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മുളയരി പായസം നമ്മൾ പലരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ മുളയരി തന്നെയാണോ എന്നുള്ള കാര്യങ്ങളിൽ സംശയങ്ങൾ പലരും പറയുന്നുണ്ട്. കാരണം മുള പൂക്കുന്നത് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ്. ആ പൂക്കുന്ന സമയത്ത് തന്നെ കുറച്ച് അളവിൽ നമുക്ക് മുളയരി കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്ക് ഇത്രത്തോളം മുളയരി ഇവിടെ സുലഭമായി കിട്ടുന്നുണ്ട്. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിനൊന്നും ഇപ്പോൾ നമുക്ക് ഉത്തരവില്ല. ഈ രണ്ട് ഉപയോഗങ്ങളാണ് നമുക്ക് മുളയിൽ തുടക്കത്തിലും അവസാനത്തിലും ഉള്ള രണ്ട് ഉപയോഗങ്ങൾ. മുളങ്കാമ്പ് വെച്ചിട്ട് നമ്മൾ തോരനുണ്ടാക്കുന്നു, മുളയരി വെച്ച് നമ്മൾ പായസം ഉണ്ടാക്കുന്നു. താങ്ക് യു.